നമ്മൾ ഇത്രയും നാൾ സ്നേഹിച്ച് വിശ്വസിച്ച അല്ലെങ്കിൽ ജയിപ്പിച്ചു വിട്ട അനുമോള് നമ്മളോട് കള്ളം പറയായിരുന്നു ഗൈസ്. അനുമോളെ ജയിപ്പിച്ചത് ജനങ്ങളും അല്ല, PR-ഉം അല്ല. അതിന് വ്യക്തമായ തെളിവുകളാണ് ഇദ്ദേഹം നിരത്തിയിരിക്കുന്നത്. നമുക്കതൊന്ന് കണ്ടു നോക്കിയാൽ അല്ല ഗൈസ്, പ്ലാച്ചി ഒരു സാധാരണ പാവയായിരുന്നില്ല. ഒരുപാട് നിഗൂഢതകൾ നിറഞ്ഞിരുന്നൊരു പാവയായിരുന്നു. ഇദ്ദേഹം പറയുന്നത് കേട്ടാലേ ഇതിന്റെ സത്യാവസ്ഥ നിങ്ങൾക്ക് മനസ്സിലാവത്തുള്ളൂ. ബാക്കി കൂടെ കണ്ടാലോ? ഈ പാവ തന്നെയാണ് ശരിക്കും അഭിചാരപരമായിട്ട് നിങ്ങൾ പഴയ ബുക്കുകളിൽ അല്ല, ഇപ്പൊ ഈ പ്ലാച്ചി എന്ന് പറയുന്ന ഒരു പാവ, അനുമോളുടെ പാവ, അതൊരു സാധാരണ പാവയല്ല. ഇതുപോലെ കൂടോത്രത്തിൽ ഉപയോഗിക്കുന്ന പാവയാണ് പറഞ്ഞു. അതെ ഗൈസ്, ഇതൊരു സാധാരണ പാവയല്ല. കൂടോത്രങ്ങൾ നിറച്ച് അനുമോള് വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ് 100 ദിവസം നിൽക്കാൻ വേണ്ടി. എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായാലും അതൊക്കെ സർവൈവ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഇഷ്യൂസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ട്, അതേപോലെ കപ്പ് മേടിക്കാൻ വേണ്ടിയിട്ട്. ഒരാൾക്കും പങ്കില്ല. വിനുവിന് പങ്കില്ല, അതേപോലെ ജനങ്ങൾക്ക് പങ്കില്ല. ഇവിടെ ഒരാൾക്കും പങ്കില്ല. അതിലാകെ പങ്കുള്ളത് പ്ലാച്ചിക്ക് മാത്രമാണ്. പ്ലാച്ചി കാരണമാണ് അനുമോൾ ഇവിടെ ജയിച്ചിരിക്കുന്നത്. അതിലുള്ള കൂടുപാത്രമാണ് അനുമോളെ ജയിപ്പിച്ചിരിക്കുന്നത് എന്നാണ് നമ്മുടെ കക്ഷി പറഞ്ഞിരിക്കുന്നത്. ഷിയാസ്കരീം വന്നിട്ട് എറിഞ്ഞ പാവ എങ്ങനെ തിരിച്ചു വന്നു? എങ്ങനെയാണത് വന്നത്? ഒരിക്കലും ലാലേട്ടനും ബിഗ് ബോസും അല്ല, പ്ലാച്ചിയുടെ ശക്തിയാണ്. പ്ലാച്ചിയുടെ ശക്തി, പ്ലാച്ചിയിൽ അനുമോൾ കുത്തി നിറച്ചിരിക്കുന്ന കൂടുപാത്രം ഉണ്ടല്ലോ, അതിൻ്റെ ശക്തി കൊണ്ട് എവിടെ പോയാലും പ്ലാച്ചി തിരിച്ചു വരുമെന്നാണ് പുള്ളി പറയുന്നത്. അത് അതേപോലെ തന്നെ നടന്നില്ലേ? പ്ലാച്ചി തിരിച്ചു വന്നില്ലേ? എങ്ങനെയാണെന്നൊന്ന് കണ്ടു നോക്കിയാലോ. നിങ്ങൾക്ക് ഇന്നൊരു അതിഥിയാണ്, എല്ലാവരും അവിടെ പോയി നിൽക്കൂ, അതിഥിയെ സ്വീകരിക്കൂ. ഒരാൾ പോലും അറിയാതെ എങ്ങനെയാണ് അത് തിരിച്ചു വന്നത്? അതാണ് കൂടോത്രത്തിന്റെ ശക്തി. നിങ്ങൾക്ക് കാണണോ അതെങ്ങനെ വന്നതെന്ന്? ഷിയാസ്കരീം വലിച്ചെറിഞ്ഞ പാവ കണ്ടില്ലേ അതേ സ്പീഡിൽ തിരിച്ചു വരുന്നത്? അതാണ് അട്രാക്ഷൻ, പവർ ഓഫ് കൂടോത്രം. ആ കൂടോത്രത്തിന്റെ ബലത്തിൽ തിരിച്ചെറിഞ്ഞു കളഞ്ഞ സാധനം തിരികെ വീട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. അനുമോളുടെ ആ ഒരു ഫേസ് എക്സ്പ്രഷൻ കണ്ടാൽ അറിയാം അനുമോൾ എത്രമാത്രം കൂടോത്രമാണ് അതിൽ കൊടുത്തിരിക്കുന്നതെന്ന്. ഇതിനകത്ത് PR-ആയ വിനുവിന് പങ്കില്ല, ജയിപ്പിച്ചുവിട്ട ജനങ്ങൾക്ക് പങ്കില്ല. ഈ ജനങ്ങൾ പോലും അക്ബറിനും നെവീനും അതേപോലെ ആദിലയ്ക്കും നൂറയ്ക്കും ഷൈത്തയ്ക്കൊക്കെ ആയിരുന്നു വോട്ട് ചെയ്തിരുന്നത്. കണ്ടുപിടുത്തങ്ങൾ ഇവിടെ കൊണ്ട് കഴിഞ്ഞിട്ടില്ല, ഇനിയും ഉണ്ട്. നമുക്ക് ബാക്കിയും കൂടെ കണ്ടാലോ? അത് കാണുമ്പോൾ മനസ്സിനൊരു വല്ലായ്മ, അതായത് നമ്മളൊരു പ്രേതബാധ ഒഴിപ്പിക്കാൻ ചെല്ലുന്നതിനും വളരെ മോശമായിട്ടുള്ള ഇത് ചിലപ്പോൾ കറക്റ്റ് ആയിരിക്കും കേട്ടോ. കാരണം സീസൺ 7 കുറിച്ച് പുള്ളി പറയുന്നത് സീസൺ 7 കാണുമ്പോൾ പ്രേതബാധ ഒഴിപ്പിക്കുന്നതിനേക്കാട്ടി മാരകമായിരുന്നു എന്നാണ് പറയുന്നത്. ചിലപ്പോൾ സത്യമായിരിക്കും. അത്രമേലൊക്കെ അവിടെ നടന്നിട്ടുണ്ടല്ലോ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട്. എഴുതിയ തകിടുകൾ അവരൊക്കെ വീടിന്റെ ബാധിക്കും. ആ വീടൊക്കെ വളരെ മോശാവസ്ഥയിൽ മരണം വരെ നടന്നിരിക്കുന്ന വീടുകൊണ്ട്. അത് പക്ഷെ സെറ്റല്ലേ? ഇതിന് ഞാനിപ്പോൾ എന്താണ് ഗൈസ് പറയേണ്ടത്? ആ സ്വാമി പറയുന്നത് ഇതൊരു വീടായിരുന്നില്ല, ഒരു അരമനയായിരുന്നു. ലൈക്ക് നമ്മൾ ഈ തമിഴ് സിനിമയിലൊക്കെ കാണുന്ന പോലത്തെ അരമനയില്ലേ, ഒരുപാട് വലിയ സ്ഥലങ്ങളും സ്വത്തുക്കളൊക്കെ ഉള്ള വലിയൊരു കൊട്ടാരം, പ്രേതമൊക്കെ ഉള്ള നമ്മുടെ അരമന 1, 2. അതേപോലെ ഒരുപാട് പ്രേതങ്ങൾ, ഒരുപാട് മരണങ്ങൾ നടന്നൊരു വീടാണ്, പ്രേതങ്ങളുള്ള ഒരു വീടാണെന്നാണ് പുള്ളി പറയുന്നത്. ഇതൊക്കെ കേട്ടോണ്ടിരിക്കുന്ന ആങ്കറിൻ്റെ ഒരു അവസ്ഥയെ ആങ്കർ ചോദിക്കുന്നുണ്ട്, ചേട്ടാ അതൊരു സെറ്റല്ലേ? മരണം വരെ നടന്നിരിക്കുന്ന വീടുകൊണ്ട്. അത് പക്ഷെ സെറ്റല്ലേ? ഞാൻ പറയുന്നത് കേൾക്കൂ. അത് പിന്നെ നീ ഇങ്ങോട്ട് ക്വസ്റ്റ്യൻസ് ഒന്നും ചോദിക്കല്ലോ, ഞാൻ അങ്ങോട്ട് പറയും, അത് നീ കേൾക്കണം, അവിടെ ഇരുന്ന് കേട്ടോ. ഞാൻ അതിനകത്ത് കയറാൻ പറ്റുമെങ്കിൽ ഞാൻ എടുക്കാനും പറ്റും തീർച്ചയായിട്ടും. അപ്പോൾ അതായത് രമണ, പുള്ളി എന്താ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്ക് ഇപ്പോൾ ബിഗ് ബോസിൽ ഒന്ന് കയറണം. അതിനെങ്ങനെങ്കിലും ഒന്ന് കയറി പറ്റാൻ വേണ്ടിയിട്ട് ഒന്ന് ഫേമസ് ആവാൻ നോക്കുകയാണ്. പുള്ളിയുടെ ഈ വീഡിയോ ഫുള്ള് ബിഗ് ബോസിനെ കുറിച്ചാണ്. അപ്പോൾ ആങ്കർ പറയുന്നുണ്ട്, സ്വാമി ഈ ഷോ എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിൽ മാത്രമല്ല, അത് ഇൻ്റർനാഷണൽ അല്ലെങ്കിൽ നാഷണൽ ലെവലിൽ എല്ലാ ഭാഷകളിലും ഉള്ളൊരു ഷോ ആണ്. അത് തമിഴിലും ഹിന്ദിയിലും തെലുങ്കിലും ഒക്കെ ഉണ്ട്. തെലുങ്കിലൊക്കെ നിർത്തി, ഈ മന്ത്രവാദ ആവിചാരം സഹിക്കാൻ വയ്യാതെ തെലുങ്കിൽ നിർത്തിയെന്നാണല്ലോ ഞാൻ അറിഞ്ഞത് എന്നുള്ള രീതിയിലൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ പുള്ളിയുടെ ഒരു ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ബിഗ് ബോസ് ആണ് ഇപ്പോഴത്തെ ഫേമസ് ആയിട്ടുള്ള ഒരു സംഭവം. അപ്പം അതിനെക്കുറിച്ച് 4 വാക്ക് ഇവിടെ വന്ന് സംസാരിച്ച് കഴിഞ്ഞാൽ പുള്ളിക്ക് കുറേ ഫേമസ് ആവാം, അല്ലെങ്കിൽ ബിഗ് ബോസിനകത്ത് കയറി പറ്റാൻ വല്ല ചാൻസും ഉണ്ടോ? കയറ്റിക്കഴിഞ്ഞാൽ ഞാൻ വെല്ലുവിളിക്കുന്ന പോലെ ഞാൻ അവിടെ പോയി പ്രേതബാധ ഒഴിപ്പിക്കുമെന്നാണ് പുള്ളി പറയുന്നത്. അതൊരു സെറ്റാണെന്ന് പോലും മനസ്സിലാക്കാനുള്ളൊരു ബോധം ആ മനുഷ്യനില്ല. ഇത് മാത്രമല്ല, അനുമോളെക്കുറിച്ചും ബിഗ് ബോസിനെക്കുറിച്ചും ഇവൻ ലാലേട്ടന് വരെ പങ്കുണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതേപോലെ കഴിഞ്ഞ വട്ടം അഖിൽമാരാർ കപ്പടിച്ചതും ഇതേപോലെയാണ്, ജിൻഡോ കപ്പടിച്ചതും ഇതേപോലെയാണെന്നൊക്കെ പറയുന്നുണ്ട്. നമുക്ക് അതിനെക്കുറിച്ച് സംസാരിക്കാം. പുള്ളി ആദ്യം തന്നെ പറഞ്ഞു തുടങ്ങുന്നത് അനുമോൾ ഉപയോഗിക്കുന്നത് കൂടോത്രം ചെയ്യുന്ന ഒരു രീതിയിലുള്ള പാവയാണ്. അതിൻ്റെ മൂക്കും കണ്ണും ഒക്കെ വരച്ച് വെച്ചിരിക്കുന്നത് പോലെയാണ്. ആ രീതിയിലുള്ളൊരു പാവ കൂടോത്രത്തിന് വേണ്ടി മാത്രമേ ഉപയോഗിക്കത്തുള്ളൂ. വേറെ എത്രയോ ആളുകൾ എന്തോരം പൈസ കൊടുത്ത് 50,000 വരെ രൂപ കൊടുത്ത് ഡ്രസ്സുകൾ മേടിച്ചു, സാധനങ്ങൾ മേടിച്ചു, ഒന്നും കൊണ്ടുപോകാൻ പറ്റിയിട്ടില്ല. പക്ഷേ സീസൺ 7 അനുമോളെ മാത്രം ആ പാവയെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് സമ്മതിച്ചു. അത് പുറത്തുവിട്ട പാവയെ ലാലേട്ടനും ബിഗ് ബോസിൻ്റെ അറിവോടെ അവർ തിരിച്ചു കൊടുത്തു. അപ്പം ലാലേട്ടന് മാത്രമല്ല ബിഗ് ബോസിനും ഏഷ്യാനെറ്റിനും എല്ലാവർക്കും ഈ ബ്ലാക്ക് മാജിക്കിൽ പങ്കുണ്ട് എന്നുള്ള രീതിയിലാണ് ഈ പുള്ളി പറയുന്നത്. അതേപോലെ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർക്ക് ഇതിനകത്തൊന്നും കയറാൻ പറ്റത്തില്ല. അപ്പം നമ്മുടെ ആങ്കർ ചോദിക്കുന്നുണ്ട് ഗസ്റ്റിനൊക്കെ കയറുമല്ലോ. ഗസ്റ്റിനൊക്കെ കയറാൻ പറ്റുമായിരിക്കും, പക്ഷെ അതിനകത്ത് ഒരുപാട് തകിടുകളുണ്ട്. അതേപോലെ അതിൻ്റെ ഇൻറ്റീരിയർ ഡിസൈനൊക്കെ ചെയ്തിരിക്കുന്നത്, അതായത് ബിഗ് ബോസിൻ്റെ ആ സെറ്റിൻ്റെ ഇൻറ്റീരിയർ ഡിസൈനൊക്കെ ചെയ്തിരിക്കുന്നത് ഫുൾ ഇതേപോലത്തുള്ള മന്ത്രങ്ങളും ബ്ലാക്ക് മാജിക് രീതിയിലുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണെന്നാണ് പുള്ളി പറയുന്നത്.
പുള്ളിയെ കയറ്റി വിടുമായിരുന്നെങ്കിൽ പുള്ളിക്ക് ഇതിനെക്കുറിച്ചൊക്കെ സംസാരിക്കാൻ പറ്റുമായിരുന്നു, അല്ലെങ്കിൽ ഇതൊക്കെ കണ്ടുപിടിക്കാൻ പറ്റുമായിരുന്നു എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. അതേപോലെ ലാലേട്ടൻ്റെ ലൂസിഫർ സിനിമയെക്കുറിച്ചും പറയുന്നുണ്ട്. ലൂസിഫർ എന്ന് പറഞ്ഞ ഒരു നെഗറ്റീവ് ഷെയ്ഡുള്ള കഥാപാത്രം, അതാണ് ലൂസിഫർ, അതായത് സാത്താൻ എന്ന് തന്നെയാണ് ആ ഒരു രീതിയിലാണ് ആ മൂവി ചെയ്തിരിക്കുന്നത്. പുള്ളി അതിനെ എക്സാജുറേറ്റ് ചെയ്ത് പറയുക, കാറിൻ്റെ നമ്പർ കണ്ടില്ലേ 36RR, അതേപോലെ 13 ഡിജിറ്റുള്ള നമ്പർ, ഇതൊക്കെ സാത്താൻ സേവയാണ്. ഞാൻ ഇതിനെക്കുറിച്ചൊക്കെ പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ എനിക്ക് വേറെ കൊട്ടേഷൻ വരും. അഖിൽമാരാരെ എനിക്ക് കൊട്ടേഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ അഖിൽമാരാരെ കുറിച്ച് കഴിഞ്ഞ വട്ടം ഇതേപോലെ സാത്താൻ സേവ ചെയ്തു എന്ന് പറഞ്ഞതിന് അഖിൽമാരാർ കൊട്ടേഷൻ ചെയ്തിരുന്നു എന്നൊക്കെയാണ് പറയുന്നത്. ഇതൊക്കെ കേട്ട് ആരാണെങ്കിലും ഒന്ന് തല്ലിപ്പോത്തില്ലേ, എന്തൊക്കെയാണ് ആ പുള്ളി അവിടെ ഇരുന്ന് പറയുന്നത്. അതേപോലെ ആങ്കറിൻ്റെ കയ്യിൽ ഈവിൽ ഐയുടെ ടാറ്റു ഉണ്ട്, അത് ഭയങ്കര ഈവിൽ ഐയുടെ ടാറ്റു എല്ലാവരും അടിക്കുന്നതാണ്. അതിനെക്കുറിച്ചൊക്കെ പറയുകയാണ്, ഈവിൽ ഐയുടെ ടാറ്റു എന്തോ മന്ത്രതന്ത്രങ്ങളാണെന്നും. ആങ്കർ റെഡ് ഡ്രസ്സ് ഇട്ടായിരുന്നു ആങ്കറിങ് ചെയ്തത്. പുള്ളിക്കാരത്തിൻ്റെ കഷ്ടകാലത്തിന് പുള്ളിക്കാരത്തി റെഡ് ഡ്രസ്സ് ഇട്ടുകൊണ്ട് വന്നു. അതിനെക്കുറിച്ചും പറയുന്നുണ്ട്. തനിക്ക് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്, താൻ ആരാധിക്കുന്നത് കാളിയ മൂർത്തികളെയാണ്, പക്ഷേ താൻ സാത്താനെയും അല്ല ചാത്തന്മാരെയും ആരാധിക്കുന്നുണ്ട്. പുള്ളിക്കാരത്തിക്ക് എന്ത് പറയണം നടത്തില്ല, പുള്ളിക്കാരത്തിക്ക് ഒന്ന് എഴുന്നേറ്റ് പോയാൽ മതി എന്നുള്ള അവസ്ഥയിലിരിക്കുക. ഇങ്ങനെ എന്തൊക്കെയാണ് വിളിച്ച് കൂവുന്നത്. അതേപോലെ എൻ്റെ അറിവിൽ സ്ത്രീകൾക്കാണ് ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ നടക്കുന്നത്. ഡിവോഴ്സായി പോകുന്നില്ലേ? മനുഷ്യ, സ്ത്രീകൾ മാത്രമാണോ ഡിവോഴ്സ് ചെയ്യുന്നത്? ഈ പുരുഷന്മാരും കൂടെ ചേരുമ്പോഴല്ലേ ഡിവോഴ്സ് നടക്കുന്നത്? സ്ത്രീകൾക്ക് സ്ത്രീകളുമായിട്ടല്ലല്ലോ ഡിവോഴ്സ് നടക്കുന്നത്, പുരുഷന്മാരും കൂടെ ചേർന്നിട്ടല്ലേ ഡിവോഴ്സ് ചെയ്യുന്നത്. പറയാം, പക്ഷേ അത് എൻ്റെ അറിവിൽ സ്ത്രീകൾക്കാണ് ഏറ്റവും കൂടുതൽ പ്രശ്നം. അബോർഷൻ നടക്കുന്നില്ലേ, അതൊക്കെ പ്രേതബാധ ഉള്ളതുകൊണ്ടാണെന്ന്. അല്ല, ആങ്കർ ചോദിക്കുന്നുണ്ട് ഈ ഡിവോഴ്സൊക്കെ എന്തോ പ്രേതബാധയുമായിട്ട് എന്താ ബന്ധമെന്ന് ചോദിക്കുമ്പോൾ പറയാണ് ഈ അബോർഷൻ നടക്കുന്നില്ലേ. അപ്പം കല്യാണം വിട്ട് ഉടനെ അബോർഷനിലേക്ക് ചാടി. അബോർഷനൊക്കെ നടക്കുമ്പം അതൊക്കെ പ്രേതബാധയുണ്ട്. എന്നിട്ട് അതിനെക്കുറിച്ച് എന്തൊക്കെയോ പുരാണം പറയാണ്. ഈ നമ്മൾ വിചാരിക്കുമ്പോൾ തന്നെ കുഞ്ഞുങ്ങൾ രൂപപ്പെടുന്നു, പിന്നെ നമ്മൾ അതിനെ എന്തൊക്കെയോ ആയുധങ്ങൾ ഉപയോഗിച്ച് എടുത്ത് കളയുന്നു. അബോർഷനെക്കുറിച്ചാണ് സംസാരിക്കുന്നത്, പക്ഷേ എന്താണെന്ന് തന്നെ പുള്ളിക്കൊരു ബോധമില്ല. അതിനുശേഷം അനുമോളെക്കുറിച്ച് പിന്നെയും പറയുന്നത് ചാത്താൻ സേവയാണ് അനുമോൾക്ക്. അതിനകത്ത് ഏഷ്യാനെറ്റിനും ലാലേട്ടനും അതേപോലെ ബിഗ് ബോസിനും ഒക്കെ പങ്കുണ്ട് എന്നുള്ള രീതിയിലാണ് പറയുന്നത്. മറ്റൊരു മത്സരാർത്ഥികളുടെയും കയ്യിൽ കൊടുക്കാത്ത കാര്യം ഏഷ്യാനെറ്റ് കൊടുത്തു വിട്ടിട്ടുണ്ടെങ്കിൽ അത് ഏഷ്യാനെറ്റ് അനുമോളെ ജയിപ്പിക്കാൻ വേണ്ടി അറിഞ്ഞുകൊണ്ട് കൂടോത്രം ചെയ്തു എന്നുള്ള രീതിയിലാണ്. പക്ഷേ ആങ്കർ ആണോ എന്ന് എടുത്ത് ചോദിക്കുമ്പോൾ പുള്ളിക്കാരൻ അത് പറയുന്നില്ല. പിന്നെ ഇതൊക്കെ വിട്ടിട്ട് ഇംഗ്ലീഷിൽ പോയി അവിടെ ഉണ്ട് പാവയ്ക്കകത്ത് ആണി അടിക്കുന്നു, നമ്മുടെ അനബെല്ലയുടെ ഒക്കെ കാര്യമായിരിക്കും പറയുന്നത്. എന്തൊക്കെയാ പുള്ളി പറയുന്നത്? എന്തായാലും ഇങ്ങനെയാണ് പറയുന്നത്. ഇത്രയും പ്രശ്നം വന്നിട്ട് അവൾ അവിടെ പിടിച്ച് നിന്നിട്ടുണ്ടെങ്കിൽ അവൾ ഉറപ്പായിട്ടും അവൾക്ക് ആ ഒരു ഇതിനകത്ത് എന്തൊക്കെയോ കുടുംബത്രമുണ്ട്. പിന്നെ പുറത്ത് ഔട്ടായി വന്ന മത്സരാർത്ഥികൾക്കൊക്കെ അവിടെ നിന്ന് തകിട് കിട്ടിയിട്ടുണ്ട് എന്നുള്ള രീതിയിലൊക്കെ അനാവശ്യമായിട്ട് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. പക്ഷേ പുള്ളി പറയുന്നതിനകത്തൊരു ക്ലാരിറ്റി ഇല്ല. പുള്ളി ഇങ്ങനെ പറഞ്ഞങ്ങ് പോവുക. നമ്മളൊരു ക്വസ്റ്റ്യൻ അങ്ങോട്ട് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ആൻസർ ഇല്ല. അപ്പം തന്നെ അടുത്ത കാര്യത്തിലോട്ട് പുള്ളി സ്കിപ്പ് ചെയ്ത് വേറെ ടോപ്പിക് എടുത്തിടും. ആണോ എന്ന് ചോദിച്ചാൽ ആണെന്ന് പറയത്തില്ല. പക്ഷേ പുള്ളി വളച്ചൊടിച്ച് ആ രീതിയിൽ പറയുക. എനിക്കറിയില്ല ഇതിനുള്ള മറുപടി എന്താ പറയേണ്ടത്. എന്തായാലും നമ്മുടെ അനുമോള് ജയിച്ചത് PR-ഉം അല്ല ജനങ്ങളും അല്ല, പ്ലാച്ചിയാണ്. പ്ലാച്ചിയുടെ കൂടോത്രമാണ്. പാവം പ്ലാച്ചി അതെന്തൊക്കെ കേട്ടു. വന്ന കാലം തൊട്ട് ഇറങ്ങി കഴിയുന്നവരെയും ഇറങ്ങി കഴിഞ്ഞതിന് ശേഷം ആ പാവപ്പെട്ട പാവം ഒരുപാട് സഹിക്കുന്നുണ്ട്. ഒരു എപ്പിസോഡിൽ നമ്മുടെ മത്സരാർത്ഥികൾ പോലും ഇതൊരു പ്രേതബാധ അല്ല അനുമോൾ കുടുംബോത്രം ചെയ്താണ്, അനുമോൾ അതിനെക്കുറിച്ച് കൊണ്ടിങ്ങനെ പല മന്ത്രങ്ങളൊക്കെ ജപിക്കുന്നു. അനുമോൾ ഇങ്ങനെ തമാശയ്ക്ക് പലതും കാണിച്ചിട്ടുണ്ട് ആ പാവയെ വെച്ച്. അപ്പം അതൊക്കെ പേടിച്ചിട്ട് നമ്മുടെ അപ്പാനി, അതേപോലെ ആര്യൻ, അതേപോലെ അക്ബറൊക്കെ പേടിച്ചിട്ട് ഞങ്ങൾക്കിത് പേടിയാണ്, അവൾ അതിനകത്ത് മന്ത്രം ജപിക്കുന്നുണ്ട്, ഞാനിത് അനുമോളുടെ കയ്യിൽ തന്നെ തിരിച്ചു കൊടുത്തോട്ടെ എന്നുള്ള രീതിയിലൊക്കെ ആര്യൻ വരെ ചോദിക്കുന്ന ഒരു സന്ദർഭമൊക്കെ ഉണ്ടായിട്ടുണ്ട്. അനുമോൾ ഇങ്ങനെ തമാശയ്ക്ക് ഓരോന്ന് കാണിക്കത്തില്ലേ ആ പാവേനെ വെച്ചിട്ട്, അത് വെച്ചിട്ടാണ് ഈ ചോദിക്കുന്നത്. അപ്പോൾ അതൊക്കെ കണ്ടിട്ട് പുള്ളിക്കാരൻ എന്താ ഈ ബിഗ് ബോസിൻ്റെ എല്ലാ സീസൺസും കുത്തിയിരുന്ന്, അതും തമിഴും തെലുങ്കും കന്നഡയും ഹിന്ദിയും എല്ലാം കുത്തിയിരുന്ന് കാണാറുണ്ട്. സീസൺ 7 കണ്ടിട്ടുണ്ട്. അപ്പം അതിനകത്ത് ഇങ്ങനെ ഒരു ടോക്ക് വന്നപ്പം പുള്ളിക്കാരൻ അതൊന്ന് എടുത്ത് ഇവിടെ ഉപയോഗിച്ചു. അതിനകത്ത് ആൾക്കാർക്ക് വന്നൊരു ഡൗട്ട്, അനുമോൾ ഇങ്ങനെ ചെയ്യുന്ന കണ്ടപ്പോൾ ഇനി ഇത് വല്ലതും ആണോ എന്നുള്ള രീതിയിൽ അവർ പറഞ്ഞുണ്ടാക്കി. അത് പുള്ളി എടുത്ത് ഇവിടെ നൈസായിട്ട് ഒരു ഇൻ്റർവ്യൂവിന് വന്നെടുത്തിട്ട് അങ്ങ് അലക്കി. അതാണ് സംഭവം. അപ്പോൾ നിങ്ങൾക്ക് ഇതൊക്കെ കണ്ടിട്ട് എന്താണ് തോന്നുന്നത് എന്നുള്ളത് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. അതുപോലെ ചാനൽ ഇഷ്ടപ്പെടുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക.